കനേഡിയൻ മലകളുടെ മേലെ 1800 ഫീറ്റ് ഹൈക്ക് ചെയ്തിട്ട് ഒരു ഫ്രോസൺ ആൽപൈൻ ലേക്ക്, തണുത്തു വറക്കുന്ന ലേക്ക് പൊട്ടിച്ച് അവിടെ കോൾ പ്ലാൻ ചെയ്യാൻ പ്ലാനിട്ട് പോയ ഒരു ചെറിയ വലിയ കഥ. നിങ്ങൾ ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ ആൾക്കാർ നിങ്ങളെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ, മിനിമം ഞങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളെങ്കിലും നിങ്ങളെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ്. ഞങ്ങൾ നീ ചെല്ലുന്ന സ്ഥലത്തേക്ക് വാൻകൂവറിൽ നിന്ന് 130 കിലോമീറ്റർ ഉണ്ട്. അതിൽ തന്നെ 30 കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്തിട്ട് വേണം ഇതിന്റെ മുകളിലെത്താൻ. തണുപ്പ് കാലത്ത് കാനഡയിൽ പകലിന്റെ ദൈർഘ്യം വളരെ കുറവേക്കാരം. അന്ന് 8 മണിക്ക് സൺറൈസും 4 മണിക്ക് സൺസെറ്റ് വരും. അതുകൊണ്ട് തന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഈ മഞ്ഞത്ത് ഈ വണ്ടിയും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ പരിപാടി തീർത്ത് നേരത്തെ ഇറങ്ങണം. അതാണ് നമ്മൾ അന്നത്തെ പ്ലാൻ. ഈ ഓഫ് റോഡ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും സ്റ്റീപ്പാണ്. റോട്ടിൽ മഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഉയരത്തേക്ക് മുകൾക്ക് പോകാൻ നമുക്ക് ഒരിക്കലും സാധിക്കൂല. ഞങ്ങളെ ഭാഗത്തിന് അവിടെയൊക്കെ മഞ്ഞ് പെയ്ത് തുടങ്ങണേ ഉള്ളൂ. ഇനി അതുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് മുകൾക്ക് കയറാൻ പറ്റിയത്. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ട്രയൽ ഹെഡിലെത്തി വണ്ടി സേഫ് ആക്കി. ഇനി പെട്ടെന്ന് തന്നെ റെഡി ആവാനുള്ള പരിപാടിയാണ്. ഇതിന് ബേസ് ആയിട്ട് വേണ്ടത് നമുക്കൊരു 3 ലെയർ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ആണ്. പിന്നെ അടുത്തത് ഗേറ്റേഴ്സ്, നമ്മുടെ ഷൂവിന്റെ ഉള്ളിൽ മഞ്ഞ് കയറാതൊക്കെ വേണ്ടിട്ടാണ് തരുന്നത്. കാൽപാദം തണുപ്പായിട്ട് അത് പ്രൊട്ടക്ട് ചെയ്താൽ നമ്മൾ പൗതി കഴിച്ചില്ല. ഇതാണ് ക്രാംബോൺസ്, ഐസിൽ ഷൂവിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വിറകാണ്. മഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് കത്തു അറിയില്ലെങ്കിൽ ഇതൊരു സേഫ്റ്റി മെഷറാണ്. പിന്നെ ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിന്റെ മുമ്പിലുള്ള ബേസിക് തിങ് സ്ട്രെച്ചിങ്. മോളിൽ മഞ്ഞായം കൊണ്ട് തണുപ്പിൽ മസിൽ പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ വിന്റർ ഹൈക്കിങ്ങിന് ഞങ്ങളും ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ ഹൈക്ക് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം, കുറച്ച് കാലമായിട്ട് ഞങ്ങൾ പറഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ് ഒരു ഫ്രോസൺ ലേക്ക് പൊട്ടിച്ച് കോൾ പ്ലാൻ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ആശാന് മലകളുടെ മുകളിൽ ഇങ്ങനെ ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇങ്ങോട്ട് ആരും വിന്ററിൽ പോയിട്ടില്ല, സമ്മറിൽ മാത്രമേ പോയിട്ടുള്ളൂ. കുരുല്ലാത്ത കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ബെറ്റ് വെച്ചിട്ട് ഇന്റെ മന്തി പോയതാണ് കാണുന്നത്. മൗണ്ടൈന്റെ ആദ്യത്തെ വ്യൂ കിട്ടി. ഞങ്ങൾ പോകുന്ന ഹൈക്കുകളിൽ നിന്ന് താരതമ്യേന ദൂരം കുറഞ്ഞൊരൊന്നാണ്. പക്ഷെ ആ കുറച്ച് ദൂരം കൊണ്ട് 1800 അടി നമ്മൾ കയറണം. 4 ടയറും കൊണ്ട് എത്താൻ പറ്റുന്നതിന്റെ മാക്സിമം ആ വണ്ടിയും കൊണ്ട് എത്താൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ നടത്താൻ അത്രയെങ്കിലും ഒഴിവായി. ഇനി ബാക്കിയുള്ളതൊക്കെ വലിയ കുന്നുകളാണ്. ഇവിടെയാണ് നമുക്ക് ക്രാംബോൺസ് നിർബന്ധമായിട്ട് വരുന്നത്. ക്രാംബോൺസ് ഇട്ടോളിന്ന് പറഞ്ഞത് ഇങ്ങോട്ടുള്ള ഈഗോ അടിച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് നിർബന്ധമായിട്ട് വേണ്ട സാധനമാണ് വാട്ടർ പ്രൂഫ് ഷൂ. മലന്റെ വലുപ്പം അനുസരിച്ച് ഷൂവിന്റെ പൈസ അങ്ങനെ കൂടിക്കൊണ്ട് പോകും. ഇനി ഇവന്റെ ബാക്കിലെ മലകളുടെ വ്യൂ ഒന്ന് കണ്ടുനോക്കി. ആ സ്പോട്ടിന്റെ പേര് തന്നെ മൗണ്ടൻ വ്യൂ എന്നാണ്. അതുമൊന്ന് തിരിഞ്ഞ് മുകളിലേക്ക് കയറുമ്പോ കാണുന്ന കാഴ്ചകളാണിത്. ഇനി ഞങ്ങൾ ഈ മലനിരകളുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. വിന്റർ ഹൈക്കുകളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡാണ് ഈ മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലകളുടെ ഉള്ളിൽ കൂടെ ഈ നടത്തം. പക്ഷെ നോക്കി നടന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഇടങ്ങേറിനാക്കാനും ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എത്താനായി. ലേക്കൊക്കെ വളരെ കുറച്ച് ദൂരം മാത്രം. ഇനി അടുത്തത് ഈ ലേക്കിന്റെ കര തേടി പോകലാണ്. മുഴുവൻ വെള്ള പുതച്ച് കിടക്കുന്ന ഇവിടെ ലേക്ക് കണ്ടുപിടിക്കുന്ന ഒരു ടാസ്ക് തന്നെ. ഇനി അവസാനം വെള്ളധികം കട്ട പിടിക്കാത്തൊരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും തണുപ്പൊരു സഹിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് മാറിനി. ഇനി ആദ്യം തന്നെ ഐസ് പൊട്ടിക്കാനുള്ള പരിപാടി നോക്കലാണ്. ഇതുമെന്ന് നമുക്ക് മനസ്സിലായത് ചെറിയ പരിപാടി ഇല്ലാന്ന്. ഐസ് പൊട്ടിക്കാനുള്ള ഒരു സാധനം നമ്മൾ കയ്യിൽ വെച്ചിട്ടില്ല. ഇനി ഇത് എന്ത് കണ്ടിട്ട് അറിയോ, അത് കുറച്ചുണ്ട് മുകൾക്കൊണ്ട് നടന്നു കൊണ്ടിരും. എന്നിട്ടോ അത് ഇവിടം വരെ എന്നിട്ട് കുയ്യ വെക്കുക. ഇനിയാണ് ടാസ്ക്. ഈ ഫ്രോസൺ ലേക്കിന്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഇത് പൊട്ടിക്കണം. അടിയിൽ തണുത്തുറച്ച വെള്ളം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട പരിപാടിയാണ്. അങ്ങനെ ആദ്യത്തെ ഒരു സ്ഥലം നമ്മൾ ക്ലിയർ ആക്കി എടുത്തു. മിനിമം ഒരാൾക്കുള്ള ഗ്യാപ്പെങ്കിലും അവിടെ ഇരിക്കാനുണ്ടാക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഐസൊക്കെ ക്ലിയർ ആക്കി അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ റെഡിയാക്കി തുടങ്ങലായി. ഇതൊരു ലൈറ്റ് വെയിറ്റ് ബാക്ക് പാക്കിംഗ് സ്റ്റൗ ആണ്. ഹൈക്കിങ്ങിനൊക്കെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യല്. ഐസ് തോനുണ്ടായും കൊണ്ട് നമ്മൾ വെള്ളത്തിനും ബുദ്ധിമുട്ടിയില്ല. പിന്നെ അടിയിൽ നിന്ന് കൊണ്ടുപോയ വറകും കൊണ്ട് തീ ഉണ്ടാക്കണം. എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോ ആദ്യം ഇറങ്ങും എന്നുള്ളതായി. ഇന്ന് ഞാനാണ് ആവേശ് കുമാർ ആയത്. തണുപ്പോ കണ്ടപ്പോ മറ്റൊരു രണ്ടാളും ഒന്ന് ബാക്ക് വലിഞ്ഞു. ഇങ്ങനത്തെ ഗ്യാങ്ങിലൊക്കെ തുടക്കടാൻ ഒരാളാണ് ആവശ്യം. പിന്നെ ബാക്കിയുള്ളവർക്ക് വരാതെ നിവർത്തി ഉണ്ടാവില്ല. അതന്ന് ഞാനേനി. ഈസി പീസി ലെമൺ സ്ക്വീസി. ലെറ്റ്സ് ഗോ ഗൈസ്. -, ഡിഗ്രിയിൽ തള്ള വെള്ളത്തിലേക്ക് ഇതാ ആൽപൈൻ ലേക്കിൽ ഇതാ ഇറങ്ങുന്നു സഫ്വാൻ. ലെറ്റ്സ് ഗോ. അങ്ങനെ മോട്ടറാക്കി ഇവരിഞ്ഞവിടെ കൊണ്ടുവന്ന് ഇരുത്തി. നമ്മളെ ശരീരത്തിൽ ഒരു സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കാട്ടിലും മുകളിൽ ഡോപ്പോമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കോൾ പഞ്ച്. ആദ്യത്തെ 1 മിനിറ്റിൽ നമ്മളെ ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സിനെ സർവൈവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ മതി. നമ്മൾ ഓക്കെ. എനിക്ക് മതി
വെള്ളം എത്ര തണുപ്പായും കൊണ്ട് പിന്നെ നമ്മൾ ഈ മലന്റെ ഒക്കെ മുകളിലായും കൊണ്ടുമാണ് ഈ 3 മിനിറ്റുള്ള സമയം നമ്മൾ വെച്ചത്. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, ഇവിടുന്ന് നീച്ച് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളാണ് ഇതിന്റെ ശരിക്കുള്ള എഫക്റ്റ് നമുക്ക് മനസ്സിലാവുക. പിന്നെ ഇതാണ് എമർജൻസി റെസ്ക്യൂ ബ്ലാങ്കറ്റ്. നമ്മളെ ശരീരത്തിലെ ചൂട് റിഫ്ലക്ട് ചെയ്യുന്ന ഈ സാധനം പെട്ടെന്നുള്ള റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ആദ്യത്തെ മിനിറ്റുകളിൽ ഈ സാധനം ഉണ്ടായ വളരെ നല്ലതാണ്. അതുകൊണ്ട് നല്ല ഉപകാരമുണ്ട് ഈ സാധനം പൊഞ്ഞോണ്ട്. ഇനി നമ്മളെ ചാട്ടക്കാരന്റെ ടേൺ ആണ്. പൊതുവെ ഞങ്ങൾ കോൾ പ്ലം ചെയ്യുമ്പോൾ 3 ആൾ ഒപ്പം ഇരിക്കാറാണ് പതിവ്. ഇത് ഇത്ര എക്സ്ട്രീം ആയതുകൊണ്ടാണ് ഓരോരുത്തർ പോകാന്നാക്കിയത്. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവരൊരു നോട്ടുണ്ടാവും. പിന്നെ ഇത് കഴിഞ്ഞ് ഇവർ കയറുമ്പോൾ തന്നെ ഇവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കാൻ അവിടെ ആൾക്കാരുണ്ടാവും. റിസ്കിനനുസരിച്ച് നമ്മൾ പ്രിക്കോഷനും കൂട്ടണം, അല്ലെങ്കിൽ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. 0 degree out there. Yeah. Sipping some hot water. Let's go, man. Can't complain, bro. Wow. That's life. And for that, you need crazy ass people with you like this. ഇനി നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങും. കാല് മരവിക്കാതിരിക്കാൻ വേണ്ടിട്ട് നല്ല ചൂടാക്കിയിട്ട് സോക്സ് ഒക്കെ ഇടാൻ പറ്റും. കൂടാതെ സോക്സിന്റെ അടിയിൽ ഒരു ഹീറ്റിംഗ് പാഡും കൂടി ഇട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായതിന് വലിയൊരു ആഗ്രഹം തീർത്ത് ഞങ്ങൾ അടിയിക്ക് ഇറങ്ങണം. ഇത് കാണുന്ന ഇഞ്ച പ്രായത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നമ്മളെ മനസ്സും ശരീരവും ഒരേപോലെ പ്രവർത്തിക്കുന്ന അവസാന നാളുകളിലാണ് നമ്മളൊക്കെ പോയിക്കൊണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ള ആരോഗ്യം അതിന്റെ വൈക്ക് പോകും. മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ചെയ്തു തീർക്കുക. ഈ സമയം ഇനി നമ്മളെ തേടി വരില്ല. ഇതാക്കണം ഇവന്റെ ഒക്കെ പോലെ തിരിച്ചെത്താൻ വേണ്ടി കുറുക്ക് വഴി പിടിച്ച് മുള്ളുംകാട്ട് കൂടെ വിട്ടതേനി. പക്ഷെ എത്ര ഇറങ്ങിയിട്ടുണ്ട് എത്തുന്നില്ല. അവസാനം മുള്ളിന്റെ ഉള്ളിൽ കൂടെ നടന്ന ആ പൂജ തീർന്നിട്ട് അങ്ങനെ ഒരു വെൽ സ്പെൻഡ് ഡേ തീർത്ത സന്തോഷത്തിൽ വീണ്ടും ബാക്ക് ടു ലൈഫ്.